വാർത്ത. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിൽ സുപ്രീം കോടതിയെ സമീപിച്ച് തമിഴ്നാട് സർക്കാർ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിനെ തുടർന്ന് 2100 കോടി രൂപ തടഞ്ഞുവെച്ചതിനെതിരെയാണ് ഹർജി നൽകിയത്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇതിൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങൾക്കും ഇതേ അവസ്ഥയുണ്ട്. ഇപ്പോൾ എന്താണ് തമിഴ്നാടിന്റെ ആവശ്യം? അവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണല്ലോ. അനുജ, കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ഒരു നിയമ പോരാട്ടത്തിന് തമിഴ്നാട് ഒരുങ്ങുകയാണ്. ഇത് നേരത്തെ പലതവണ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അടക്കം സൂചിപ്പിച്ചതാണ്. ഇത്തരത്തിൽ ഈ ഫണ്ട് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വരും, നിയമ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളൊരു കാര്യം. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ തമിഴ്നാട് നീങ്ങിയിരിക്കുകയാണ്. അതായത് ഈ ത്രിഭാഷാ നയം അടക്കം അംഗീകരിക്കാത്തതിനെ തുടർന്ന് 2100 കോടി രൂപയിലധികമാണ് തമിഴ്നാട് സർക്കാരിന് കേന്ദ്രം നൽകാനുള്ളത്. മാത്രമല്ല, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ആ പദ്ധതിയും അംഗീകരിക്കാത്തതിനെ തുടർന്ന്, നടപ്പിലാക്കാത്തതിനെ തുടർന്ന് വലിയൊരു ഫണ്ട് സംസ്ഥാനത്തിന് ലഭിക്കാനുണ്ട്. ഇപ്പോൾ ആ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും വലിയ തുക ലഭിക്കാത്തതിനെ തുടർന്നാണ് കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും ഒപ്പം മുഖ്യമന്ത്രിയും തമ്മിൽ വലിയ വാക്പോരുണ്ടായിരുന്നു. ഈ പദ്ധതി അംഗീകരിച്ചാൽ മാത്രമേ തമിഴ്നാടിന് പണം നൽകാൻ കഴിയുകയുള്ളൂ എന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചിരുന്നു സംസ്ഥാനത്തെ. അപ്പോൾ അതിന് ബദലായി പ്രധാനമന്ത്രിക്ക് അടക്കം മുഖ്യമന്ത്രി കത്തയച്ചു. അങ്ങനെ നിരവധി തവണ ആശയവിനിമയം നടത്തിയിട്ടും ഈ ഒരു ഫണ്ടിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നില്ല. അടുത്ത അധ്യയന വർഷം തുടങ്ങാനിരിക്കുക കൂടിയാണ്. അപ്പോൾ ഈ ഘട്ടത്തിലാണ് തങ്ങൾക്കർഹമായ പണം ലഭിക്കണമെന്ന് കാട്ടി കേന്ദ്രത്തിനെതിരെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സംസ്ഥാനം ഹർജി നൽകിയിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ഈ ഒരു നടപടി ഏകപക്ഷീയമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഈ ഫണ്ട് തടഞ്ഞു വെക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഈ വിദ്യാഭ്യാസം സ്വാഭാവികമായിട്ടും കൺകറന്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ്. അതിൽ സംസ്ഥാനത്തിനും നടപടിയെടുക്കാം, തീരുമാനങ്ങൾ എടുക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ത്രിഭാഷാ നയമോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ചില പോയിന്റുകളോ അംഗീകരിച്ചില്ല എന്ന് കരുതി പണം തടഞ്ഞു വെക്കാനാകില്ല എന്നാണ് ഹർജിയിലുള്ളത്. എന്തായാലും കോടതി ഈ വിഷയം ഏത് തരത്തിൽ പരിഗണിക്കുമെന്നുള്ളത് ഏറ്റവും നിർണായകമായി മാറും. പ്രത്യേകിച്ച് തമിഴ്നാട് പോലൊരു സംസ്ഥാനം കേന്ദ്രത്തിനെതിരെ ഒട്ടുമിക്ക നിയമങ്ങളിലും നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയും സുപ്രീം കോടതിയിൽ സമീപിക്കുകയും പലതിലും നിയമ പോരാട്ടത്തിലൂടെ വിജയം പലതിലും നിയമ പോരാട്ടത്തിലൂടെ വിജയം കണ്ടെത്തിയ ഒരു സാഹചര്യം കൂടി നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആത്മവിശ്വാസത്തിലാണോ സർക്കാർ? ഉറപ്പായും സർക്കാർ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഗവർണർക്കെതിരായ ആ ഒരു നിയമ പോരാട്ടം വിജയിച്ചതിന് പിന്നാലെ അത് തങ്ങളുടെ വലിയ വിജയമായി സംസ്ഥാനം അവകാശപ്പെട്ടിരുന്നു. അത് പലതരത്തിൽ ഇപ്പോഴും അത് സംബന്ധിച്ച് പരിപാടികൾ നടത്തുകയും കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ BJPക്ക് ഒരു ബദലാണ് DMK എന്നുള്ളത് വ്യക്തമായി സ്ഥാപിക്കാനുള്ള ശ്രമത്തിൽ കൂടിയാണ്. അത് പ്രത്യേകിച്ച് തമിഴ്നാട് പോലൊരു സംസ്ഥാനത്തിൽ ആരാണോ BJPക്കെതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ ശക്തമായ പോരാട്ടം നടത്തുന്നത് അവർക്ക് കൂടുതൽ ഒരു പൊളിറ്റിക്കൽ എഡ്ജ് ലഭിക്കുകയും അത് വോട്ടിംഗ് ബാങ്കായി പോലും മാറുന്ന തരത്തിൽ അത്തരത്തിലാണ് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സ്ഥിതി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പോരാട്ടവുമായി മുന്നോട്ട് പോയാൽ അത് തങ്ങൾക്ക് പലതരത്തിലും ഗുണമുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം തമിഴ്നാട് സർക്കാരിനുണ്ട്. ആ പോരാട്ടം ഇനി നീണ്ടുപോയാലും ഈ പണം ലഭിക്കുന്നതിൽ കാലതാമസം ഉണ്ടായാലും അതൊരു രാഷ്ട്രീയ വിജയമായി മാറ്റാൻ തങ്ങൾക്ക് കഴിയുമെന്നറിയാം. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രപതിക്കെതിരായ നീക്കത്തിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം ഒത്തുചേർത്ത് കൊണ്ടുപോകാൻ കൂടി തമിഴ്നാട് ശ്രമിക്കുകയാണ്. അപ്പോൾ സദേൺ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ലീഡിംഗ് റോള് വഹിക്കാൻ, ഒപ്പം തന്നെ ഒരു ബദൽ സംസ്ഥാനമായി മാറാനുള്ള തമിഴ്നാട്ടിൻ്റെ പോക്കിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു നീക്കം കൂടി എന്തായാലും നടത്തിയിരിക്കുകയാണ്. സുപ്രീം കോടതി ഈ കേസ് എങ്ങനെ പരിഗണിക്കും, ഏത് തരത്തിലാകും അതിൻ്റെ ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത് നിർണായകമായി മാറും. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതിലാണ് സുപ്രീം കോടതി ഇപ്പോൾ തമിഴ്നാട് സർക്കാർ സമീപിച്ചിരിക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ത്രിഭാഷാ നയം അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് 2100 കോടി രൂപ തടഞ്ഞുവെച്ചു എന്ന പരാതിയുമായി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ.